മോർണിംഗ് നീഹാവ്. നമ്മളിപ്പം ചൈനയിലാണ്. നമ്മളിപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ക്ലയൻറ്റിനെ പിക്ക് ചെയ്യാനും അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സോഫ ഡൈനിങ് ടേബിള് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനിലുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ ഷോപ്പുകളിൽ പോയിട്ട് അത് സെലക്ട് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക, അങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഞാനാണ് നമ്മുടെ ചൈനയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ നാട്ടിലെത്തിക്കുന്ന എല്ലാ പ്രോസസ്സുകളും ചെയ്യുന്നത്, നമ്മുടെ ഷോപ്പുകളിൽ കൊണ്ടുപോകുന്നതും സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഷാനാണ്. താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഫർണിച്ചർ മാർക്കറ്റിൻ്റെ, ഫോഷാനിലുള്ള ഫർണിച്ചർ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയുള്ള അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഏരിയയിലെല്ലാം തന്നെ ഫർണിച്ചർ ഷോപ്പുകൾ, മാളുകൾ തന്നെയാണ്. ഇതിലുള്ള ഓരോ മാളുകളിലും കയറി നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്ന പ്രോസസ്സ്. മോർണിംഗ് വാക്കാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹോട്ടലിലെത്തി. സോഫ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സോഫയും ബെഡ് അങ്ങനെയുള്ള ഐറ്റംസ് ആണല്ലോ. സോഫയും കൂടുതൽ സോഫയുടെ ഓപ്ഷൻസ് നോക്കാനായിട്ടാണ് നമ്മളോട് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബെഡിൻ്റെ ഓപ്ഷൻസും നോക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചെറിയ വ്യത്യാസം വന്നു. അല്ല, ഇപ്പൊ നമ്മൾ എടുത്ത് ചോദിച്ചപ്പോ ഇതിനകത്തൊരു വ്യത്യാസം പറഞ്ഞു. ഇത് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന അതേ ഫിനിഷ് ആയിരുന്നു, അതേ വുഡും അതേ ഫിനിഷ് ആയിരുന്നു. ഇത് പറ്റുന്നില്ല, ഇതിലേക്ക് ആക്കാൻ പറ്റത്തില്ലേ? അത് ബലാമ്പൂരിന്റെ ടെക്സ്ചർ വ്യത്യാസമുണ്ടോ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോദിച്ചു എല്ലാം സെയിം ആണോ ചോദിച്ചു. പറഞ്ഞു രണ്ട് ചെയർ സെപ്പറേറ്റ് കളർ ആണെങ്കിലും പ്രശ്നം അല്ലെന്ന്. ഇതെല്ലാം സമയത്ത് ഞാനിതെല്ലാം ഇങ്ങനെ തൊട്ട് കാണിച്ചിട്ട് ചെറിയ വ്യത്യാസമുണ്ടോ? ഈ കടയിൽ നിന്ന് ഇത്രയും സോഫയും അതിന്റെ കളറ് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്തു, പ്രൈസ് ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ ഒരു അഡ്വാൻസ് കൊടുത്ത് ഈ ഓർഡർ ഫിക്സ് ചെയ്യാം. ഇത് ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അംബ്രല്ല ആണ്. ഇതിന് മെറ്റൽ ഫ്രെയിമിൽ പൗഡർ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിൽ. അതിന് ഇവിടെ കൗണ്ടർ വെയിറ്റ് ആയിട്ട് ഒരു ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കാറ്റൊക്കെ അടിച്ചാലും അത് ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന ഇതെല്ലാം LED ലൈറ്റുകളാണ്. LED ലൈറ്റിന് നമുക്ക് ഇവിടുന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഇവിടെ സ്വിച്ചസ് ഉണ്ട്. അതിന് റിമോട്ടും അവൈലബിൾ ആണ്. 2.5 മീറ്റർ ബൈ 2.5 മീറ്റർ സൈസാണ് ഇതിനുള്ളത്. നമുക്കിതിൻ്റെ ഹൈറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പല ഹൈറ്റുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണ്ടാത്ത സമയത്ത് ഇതിനെ ചുരുക്കി വെക്കാനായിട്ടും പറ്റുന്ന രീതിയിലാണ് ഇതിനുള്ള ഇവിടെ ഒരു മെക്കാനിസം ചെയ്തിരിക്കുന്നത്. ഇത് ലാൻഡ്സ്കേപ്പിലോ അല്ലെങ്കിൽ ടെറസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഔട്ട്ഡോർ സീറ്റിങ്ങിന് വേണ്ടി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നമ്മൾ നാട്ടിൽ കൊച്ചിയിൽ എത്തിക്കാനുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 30,000 ഒക്കെയാണ്. ഒരു ചെയർ കൗണ്ട് കുറച്ചാൽ മറ്റുള്ള ചെയറിന് ഇത്ര ഫീച്ചേഴ്സ് ഒന്നും വേണോ? ഇതില് പറ, ഇത് വേണം, ബ്ലാക്ക് വേണം, ബ്ലാക്ക് മതിയാണ്.你还没有付钱呢，老说。പൈസ ഭയങ്കര കംഫർട്ടായിരിക്കും വർക്ക് ചെയ്യാനായിട്ട്, മറ്റേ ചെയറിനെ പോലെ അല്ല. എനിക്ക് എടുക്കുക എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നു. ഇതൊക്കെ നോർമൽ ഓഫീസ് ചെയ്യാനായിട്ട് നോക്കാം. 这个